ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ബീട്രൂട്ട് രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കുക്കറിലേക്ക് ഒരു ബീട്രൂട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയെന്ന് കാണാം. തക്കാളി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇത്രയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇവിടെ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനിവിടെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രസത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രസമാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.